വെൽക്കം ടു ഷെറിൻ നെക്സ്റ്റ് വ്ലോഗ്. അപ്പം ഞാനൊരു ചെറിയ ഗ്യാപ്പിന് ശേഷമാണ് ഇച്ചിരി തിരക്കായിരുന്നു. ഇന്ന് ഞാനൊരു മീൻകറിയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഉണ്ടായിരിക്കുമല്ലോ, നമ്മുടെ ഉള്ളി ഇങ്ങനെ വഴന്നുകൊണ്ടിരിക്കുകയാണ്. കടുക് പൊട്ടിച്ചതാണ് ഞാൻ. അപ്പം ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഇത് വയലാൻ വേണ്ടി ഇച്ചിരി എണ്ണ ഒഴിക്കുന്നുണ്ട്. ശരി, അത് കഴിഞ്ഞ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി, ഞാൻ ചുവന്നുള്ളി മേടിച്ചായിരുന്നു. സവാള എടുക്കുന്നത് അതിൽ വലിയ ചുവന്നുള്ളി എടുത്തുകൊണ്ട് ചെറിയ കൊച്ചുള്ളി ചുവന്നുള്ളിയാണ് യൂസ് ചെയ്യുന്നത്. ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ പച്ചമുളക് നമ്മൾ വഴറ്റുവാണ്. വഴറ്റുന്ന പ്രൊസീജിയറാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ആറ്റുമീൻ കറിയാണ് ഞാൻ വെക്കുന്നത്. ഓക്കെ, നന്നായിട്ട് വഴലട്ടെ. ഒന്നുകൂടെ നമ്മുടെ ചുവന്നുള്ളി ഒന്ന് വഴന്ന് കിട്ടണം. നിങ്ങളൊക്കെ മീൻകറി എക്സ്പേർട്സ് ആണെന്നറിയാം, എന്നാലും ഞാൻ എൻ്റെ മീൻകറി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാണ്. ഓക്കെ, വരാൽ കറിയാണ്. വയലണം, ഇച്ചിരി വയലിന് പറഞ്ഞ ടേസ്റ്റ് ഉള്ളത്. അപ്പം നന്നായിട്ട് വയലണം. അത് വയലുമ്പോഴത്തേക്ക് ഞാൻ നമ്മുടെ സ്പൈസസ് നിങ്ങൾക്കറിയാവുന്ന പോലെ എല്ലാം എടുത്ത് റെഡിയായിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ കാശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്യുന്നത്. കാശ്മീരി ചില്ലി, മറ്റേ ചില്ലിക്ക് എരിയുള്ള ചില്ലി ഞാൻ ഇച്ചിരി പോലും ഇടാറില്ല. അതിനാണ് ഞാൻ പച്ചമുളക് ഇട്ടേക്കുന്നത്. പിന്നെ മല്ലിപ്പൊടി, ഉപ്പ്, കടുക് ഞാൻ ആദ്യം ഇട്ടിട്ടാണ് ഉള്ളിയൊക്കെ ഇട്ടത്, മഞ്ഞൾ. ഓക്കെ, ഇത്രയും മതി. ഇത് ഒത്തിരി വഴുന്നാൽ ചിലപ്പോൾ കഴിച്ചതൊക്കെ വരും. അപ്പം നമുക്കിനി അതിലോട്ട് ആദ്യം ഞാൻ ഇച്ചിരി ലേശം ഉപ്പ് പാകത്തിൽ. ഓക്കെ, ഞാനിപ്പം ആദ്യം ഈ ഒരു സ്പൂൺ പങ്കിടുവാണ്. ഇത് നമ്മളിടുമ്പോൾ സൂക്ഷിച്ച് നോക്കിയിട്ട് കറിക്ക് ഇടുമ്പോൾ നമ്മളിത് സൂക്ഷിച്ച് നോക്കിയിട്ടാണ്. നമ്മളാണെങ്കിൽ നമുക്ക് ഒഴിച്ച് ലേശം കൂടെ ഇടാം. ഇതിൻ്റെ ഇലയും കൂടെ ഞാൻ ഇടുന്നുണ്ട്. പിന്നെ പാകം നോക്കിയിട്ടാണ് ഇട്ടത്. പിന്നെ ഇതിനകത്തോട് ഞാനൊരു കാശ്മീരി ചില്ലി ഈ സ്പൂണിൽ ഒരു ചെറിയ സ്പൂണാണ്, ഇതിലൊരു 3 സ്പൂൺ കൂമ്പാരം ഞാൻ ഇടുവാണ്. പിന്നെ മല്ലിപ്പൊടി ഞാൻ 2 സ്പൂൺ ഇതിലിടും. പിന്നെ മഞ്ഞൾ ചെറിയ സ്പൂണിനകത്തുള്ളത്. ഓക്കെ, നമുക്ക് നന്നായിരുന്നു പറ്റും. ഓക്കെ, എണ്ണ ഏറ്റവും മിതമായിട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത്. പിന്നെ ആവശ്യമുള്ളവർക്ക് ഇച്ചിരി ഉപയോഗിക്കാം. ഞങ്ങൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. തേങ്ങ വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലതെന്ന് പറയും. പക്ഷേ ഞങ്ങൾക്ക് അത് ഉപയോഗിച്ചാൽ ഉടനെ വീട്ടിൽ BP അത് കൂടും. നല്ലതാണെങ്കിലും BP കൂടും. ഇത് തൽക്കാലം വലിയ കുഴപ്പമില്ലാതെ ഇതുവരെ പോകുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ തൽക്കാലം സൺഫ്ലവർ ഓയിലുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് നമ്മുടെ മീൻ ഇട്ട് വെച്ചേക്കുന്ന മീൻ ഞാൻ വറക്കാൻ വെച്ചേക്കുന്നതാണ്. ഇത് വറക്കാനുള്ളതാണ്. നമുക്ക് കറിയുടെ പീസുകൾ തലയൊക്കെ വെച്ച പീസാണ് ഞാൻ കറിക്കിട്ടേക്കുന്നത്. ഓക്കെ, കറിയുടെ പീസുകൾ നമുക്കൊന്ന് ഇടാം ഇങ്ങോട്ട്. ഓക്കെ, ഇതിനകത്തൊന്ന് ഇറക്കാം. ഓക്കെ, ഞാൻ പുളി നമ്മൾ ഓൾറെഡി ഇവിടെ പുളിവെള്ളം ഉണ്ടാക്കാനായിട്ട് ഞാൻ പുളി എടുത്ത് വെച്ചിട്ടുണ്ട്.
ആദ്യം പുളിയുടെ വെള്ളം ഒഴിച്ചു. പുളിയുടെ പീസ് പുളി ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ച് ഇടാമേ. എനിക്ക് ലേശം പുളി വേണമെന്നുള്ള കൂട്ടത്തിലായതുകൊണ്ട് ഇത് ഞങ്ങളിവിടുത്തെ പുളിക്ക് വലിയ പുളി തോന്നാറില്ല. ഓക്കെ, ഒത്തിരി പുളിയായിട്ട് തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് അങ്ങ് എടുത്ത് കളയാം കേട്ടോ. എന്നാലും നമ്മൾ മീൻ കറിയൊക്കെ വെക്കുമ്പോൾ ആറ്റുമീനൊക്കെ ആകുമ്പോൾ ഇച്ചിരി പുളിയും എരിയൊക്കെ നന്നായിട്ടുള്ളത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കൊരു ഷോർട്ട് ബ്രേക്ക് എടുക്കാം. ഇത് തിളയ്ക്കുന്നൊന്ന് വേഗം ഒന്ന് കാണിച്ച് ഇനി തിളയ്ക്കുമ്പോഴത്തേക്ക് ഞാൻ നിങ്ങളെ കാണിക്കാം. ഓക്കെ, ഇപ്പോൾ ഈ വീഡിയോ ഞാൻ തൽക്കാലത്തിൽ ബ്രേക്ക് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ ബാക്കി ഭാഗം കാണിക്കുന്നത്. A few moments later. ഹലോ ഗൈസ്, അപ്പോൾ ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം നമ്മൾ തിരിച്ചു വന്നപ്പോൾ നമ്മൾ മീൻ കറി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞാൻ ലേശം ഫിഷ് മസാല, കമ്പനി നെയിം ഒന്നും കാണിക്കുന്നില്ല, ഇത് ഫിഷ് മസാലയാണ്. പുറത്ത് ലേശം ഞാൻ ഒന്ന് തൂവുകയാണ്. ഓക്കെ, ഒരു ടേസ്റ്റ് നമ്മുടെ കൂട്ടുണ്ട് എന്നാലും ഇരിക്കട്ടെ. ഓക്കെ, ലേശം ഫിഷ് മസാല പോലെ. ഇത് എൻ്റെ കറിയാണ്. നിങ്ങളൊക്കെ എന്നെക്കാൾ അടിപൊളിയായിട്ട് കറി വെക്കുന്നവരാണെന്നറിയാം. ഞാൻ എൻ്റെ കറി ഒന്ന് കാണിച്ചതാണ്. ഇനി തിളയ്ക്കുന്നുണ്ട്, എല്ലാം തിളയ്ക്കട്ടെ. വരാലിൻ്റെ ഒരു മീനകത്ത് മുട്ടയുണ്ട് ഗൈസ്. എല്ലാം കൂടെ നമുക്ക് അതെല്ലാം കൂടെ ഉടച്ച് മുട്ടത്തോരൻ വെക്കാൻ. പക്ഷേ ഒന്നേ ഉള്ളൂ അതിനകത്ത് 2-3 മീനുണ്ടെന്ന് ഒരെണ്ണത്തിന് ഇതുള്ളൂ, മുട്ടയുള്ളൂ. അപ്പോൾ നമ്മളത് ഫ്രൈ ചെയ്യാൻ നോക്കാം. ഓക്കെ, എല്ലാവരും വെട്ടി തിളച്ചതിന് ശേഷം ആദ്യം കുറച്ച് ഇങ്ങോട്ട് മീൻ കൊണ്ട് അടക്കമാണ് ഈ അവസ്ഥയിലൊന്നും മറക്കാനുമുണ്ട്. കറിക്കും ചെറിയ നല്ല പീസിലുണ്ട്. ഇനി കറിയുടെ അവസ്ഥ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ലേശം എല്ലാം കറി ലേശം മുളക് പൊടി കൂടെ ആവാം. ടേസ്റ്റ് ചെയ്ത് നോക്കണം. ശരി, സ്പൈസസിന് കുറവുണ്ട്. ഇതെന്നാ ഈ ടേസ്റ്റ് അറിയാമോ? ഇത് ആറ്റുമീനാണ്, മറ്റേ മീൻ ആറ്റുമീൻ. ആറ്റുമീൻ വേറൊരു ടേസ്റ്റ്. മറ്റേ കടൽമീൻ ടേസ്റ്റില്ല, ആറ്റുമീനിന് ഒരു വേറെ ടേസ്റ്റാണ്. നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ.
എങ്ങനെയുണ്ട്? എൻ്റെ അഭിപ്രായം എങ്ങനെയുണ്ടോ? കുഴപ്പമില്ല. ഓക്കെ. അമ്മമ്മേ പറഞ്ഞു അങ്ങനെയുണ്ടോ? പിന്നെ എൻ്റെ ഇവിടെ മദറും മോനും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ടേസ്റ്റ് ചെയ്ത് കൊടുത്ത് നോക്കായിരുന്നു എങ്ങനെ ഉണ്ടാകും. ഓക്കെ, മോന് കൊടുത്തു, അവൻ ഓക്കെയാന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ഒന്ന് കൊടുത്ത് നോക്കാം എങ്ങനെയുണ്ടോ. ഇതൊരു സ്പൈസസ് ചേർക്കാനുണ്ടായിരുന്നു. ആറ്റിമീൻ്റെ ടേസ്റ്റാണത്. ഇടാനുണ്ടോ? ഇനി എല്ലാ സ്പൈസസ് കുറവാന്ന് പറയുന്നു. ചെറിയ ഫിഷ് മസാല ചേർക്കുകയാണ്. എനിക്ക് പ്രത്യേക അളവൊന്നുമില്ല കേട്ടോ. ഞാൻ ഇവിടെ മര്യാദയായിട്ട് കൊച്ചു സ്പൂണിലിട്ടതാണ്. ഞാൻ ശരിക്കും സ്പൈസി ചേർക്കുന്ന ഒരാളാണ്. പിന്നെ ഞാൻ കുഞ്ഞു സ്പൂണിലായതുകൊണ്ട് ഞാൻ ഒരാളെ കിട്ടുന്നേ ഉള്ളൂ. ഞാനിങ്ങനെ നോക്കി പിന്നെ ഇത് ആഡ് ചെയ്യുന്ന ഒരാളാണ്. കാരണം നമ്മൾ 1 സ്പൂൺ 2 സ്പൂൺ കണക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കാര്യം ശരിയാത്ത ചിലപ്പം കൂടുതൽ സ്പൈസ് വേണമെന്നുള്ളപ്പോഴേ അത് പണിയാണ്. ഓക്കെ, നോക്കട്ടെ. ആറ്റുമീൻ ഈ ടേസ്റ്റ് തിളച്ച്. അപ്പോൾ ഇതാണ് എൻ്റെ ആറ്റുമീൻ കറി. ഓക്കെ, അപ്പോൾ നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്കൊക്കെ നന്നായിട്ട് വെക്കാൻ അറിയാം, കുക്കിംഗ് അറിയാമെന്നറിയാം. ഞാൻ എൻ്റെ സെൽഫ് കുക്കിങ്ങിനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സഹായിച്ചു നമുക്ക് ഒരുപാട് നന്ദി. ഞാൻ ലൈവായിട്ടൊക്കെ വരുന്നതായിരിക്കും. ഒരു ചെറിയ ബ്രേക്കായിട്ട് കുറച്ച് തിരക്കായിരുന്നു. ഓക്കെ, എൻ്റെ പ്രിയപ്പെട്ട ഫ്രണ്ട്സ് എല്ലാവരും എനിക്കറിഞ്ഞോളാം. എല്ലാവരും വീഡിയോസ് കാണും, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ വേറെ കുക്കിംഗ് വീഡിയോ അറിയാൻ വരുന്നതായിരിക്കും. ചിൽഡ്രൻ ബൈ.